ഇന്നൊരു ചിത്രം കണ്ടു, അത് വളരെ രസമുള്ള ചിത്രമാണ്. അതെന്താ, രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നു, കൊടിയില്ല, കോൺഗ്രസിൻ്റെ കൊടിയില്ല. എടോ, രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ അപ്പോഴെങ്കിലും ഒരു കൊടി പിടിക്കാൻ ധൈര്യം വേണ്ടേ? കൊടി ഉപേക്ഷിച്ച് മത്സരിക്കേണ്ടി വന്ന ദുരന്തമാണ് ഇന്ത്യയുടെ കോൺഗ്രസ് നേതാവിനുണ്ടായത്. കോൺഗ്രസ് പാർട്ടിക്ക് BJPയെ പോലെ തന്നെ 10 വോട്ട് 2 സീറ്റ് ജയിക്കുക എന്നുള്ള അത് ഏത് മാർഗത്തിലൂടെ സ്വന്തം പാർട്ടിയുടെ പതാക താഴെയിട്ട് ചവിട്ടിയിട്ടാണെങ്കിലും ശരി, കൂടെ നിൽക്കുന്നവരുടെ പതാക ഉയർത്തരുത്, കൊടി ഉയർത്തരുതെന്ന് പറഞ്ഞിട്ടായാലും ശരി, അവർക്ക് പ്രധാനം 10 വോട്ട് 2 സീറ്റ് എന്നുള്ളത്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വേറൊന്നും എനിക്ക് പറയാനില്ല. അത് ആ പാർട്ടിയുടെ ഒരു പതനത്തെ സൂചിപ്പിക്കുന്നതാണ്. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടിയുടെ കൊടി പുറത്തു കാണിക്കാതെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്നത്. വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടികൾ ഒഴിവാക്കിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. കോൺഗ്രസിന്റെ കൊടികൾ ഒഴിവാക്കിയതിന് പിന്നിലെ ഉദ്ദേശം വ്യക്തമാണ്. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കുകയായിരുന്നു ആ ലക്ഷ്യത്തിന് പിന്നിൽ. ലീഗിന്റെ പച്ചക്കൊടി കാണിച്ചാൽ ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാവുമെന്നതാണ് കോൺഗ്രസിന്റെ പേടി. UDFനെ പിന്തുണയ്ക്കാനുള്ള SDPI തീരുമാനം കോൺഗ്രസിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണ്. സ്വന്തം കൊടി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ അഭിനവ തന്ത്രത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി സംഷാദ് മരക്കാർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ. ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധി സംഷാദ് മരക്കാരിലേക്കാണ്. സംഷാദ്, കോൺഗ്രസിന് കൊടിപ്പേടിയോ എന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം തന്നെ. സ്വന്തം കൊടി ഉപേക്ഷിച്ച് ഇത്തരത്തിൽ രാജ്യത്തെ തന്നെ വലിയൊരു നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊടി ഉപേക്ഷിച്ചത്? അങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം നിങ്ങൾക്കെതിരെ ഇന്ന് ഉയരുകയാണ്. എന്താണ് മറുപടി? ആദ്യം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വയനാട്ടിൽ വന്നു. വയനാടിന് കണ്ട ഏറ്റവും വലിയ ജനങ്ങളുടെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള റോഡ് ഷോ നടത്തിയത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, അതിനുശേഷം ഇലക്ഷൻ ക്യാമ്പയിനുകൾ ആരംഭിക്കുക, വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുക, വോട്ടെടുപ്പ് നടത്തുക, ഇലക്ഷൻ്റെ റിസൾട്ട് വരിക, ഇതൊക്കെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രൂപമെന്ന് പറയുന്നു. അവിടെ ഇപ്പോൾ കൈരളി ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ കൊടിയും മുസ്ലിം ലീഗിൻ്റെ കൊടിയും മാത്രമല്ല UDFൻ്റെ കൊടി എന്ന് പറയുന്നു. UDFൽ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, RSP ഉണ്ട്, കേരള കോൺഗ്രസ് ജോസ്, അങ്ങനെ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. ആരുടെ കൊടിയും ഉപയോഗിക്കാതെ രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള പ്ലക്കാർഡുകളും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളവും ഉള്ള പ്ലക്കാർഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തിൽ ഈ നാട്ടിലെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിക്കാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ല. വയനാട് മണ്ഡലത്തിൽ മാത്രമാണോ ഇങ്ങനെ പാർട്ടി കൊടി ഉപയോഗിക്കേണ്ടതില്ല, ഘടകകക്ഷികളുടെ കൊടി ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം? ഇവിടെ UDFൻ്റെയൊക്കെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ വലിയ ആരവത്തോടെയാണ്, കൊടികൾ ഏന്തിക്കൊണ്ടാണ് അണികൾ അവരെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട് വ്യത്യസ്തമായതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം 2019 സ്ഥിതി അങ്ങനെയായിരുന്നില്ലല്ലോ. അല്ലേ, വയനാട് എന്ന് പറയുന്ന 543 നിയോജക മണ്ഡലത്തിലൊരു നിയോജക മണ്ഡലം, ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം, ഈ ഇലക്ഷൻ കമ്മിറ്റി ഇവിടുത്തെ വയനാട് ലോക്സഭയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞങ്ങൾ കൊടി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന ചർച്ചയിൽ നിങ്ങൾക്ക് UDFൻ്റെ ഒരു ഘടകകക്ഷിയുടെയും കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ കൊടിയെ മാത്രമാണോ ബന്ധപ്പെട്ട് ചർച്ച എന്നുള്ളതാണ്? എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ്. കാരണം ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഡിബേറ്റിൻ്റെ പോസ്റ്ററിൽ പോലും കൊടിപ്പേടിയോ എന്നാണ് ഡിബേറ്റിൻ്റെ പോസ്റ്റർ. അതിൽ ആ കൊടിക്ക് മാത്രം
ഒരു പച്ച കളർ കൊടുത്തുകൊണ്ട് ഈ ചർച്ച എങ്ങോട്ടാണ് വഴിതിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ഇനി നിങ്ങൾക്ക് വലിയ വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ അത്തരം നിർദ്ദേശം ഉണ്ടായത്. അല്ല പറയട്ടെ, ഇത് ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്നതിൽ കവിഞ്ഞ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ അത് താങ്കൾക്ക് എന്തും പറയാം. താങ്കൾ കൈരളി ചാനലിൽ ഇരുന്ന് എന്തു പറഞ്ഞാലും എനിക്കതിന് ഖണ്ഡിക്കേണ്ട ആവശ്യം. താങ്കൾ ദേശീയ തലത്തിലുള്ള തീരുമാനമെന്നോ അന്തർദേശീയ തീരുമാനമെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ആ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളുടെ പേര് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്, ഒരാളുടെ പേര് PK കുഞ്ഞാലിക്കുട്ടി എന്നാണ്, ഒരാളുടെ പേര് PK ബഷീർ എന്നാണ്. ഇവരുടെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഒരു തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ. ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ മുൻവശത്തേക്ക് പോകാൻ 4 പേർക്കാണ് അനുവാദമുള്ളത്. അതിലൊരാൾ പ്രിയങ്ക ഗാന്ധിയാണ്, ഒരാൾ KC വേണുഗോപാലാണ്, ഒരാൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങളുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അപ്പം ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾ കൊടി പിടിച്ചില്ല എന്നുള്ളത് നിങ്ങളെ ഇത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ഊർജ്ജസ്വലരായി രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള ചിഹ്നമുള്ള പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് ബലൂണുകൾ ഏന്തിക്കൊണ്ട് കൽപ്പറ്റയിൽ നടന്നു വന്നുകൊണ്ട് വലിയൊരു ജനസാഗരത്തിൻ്റെ അകമ്പടിയോടുകൂടി നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളത് നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിനെ ഇത്രമേൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കി എന്ന് പറയുന്ന കോൺഗ്രസിനോട് ഇന്ന് കാണിക്കുന്നൊരു സ്നേഹം, മുസ്ലിം ലീഗിനോട് കാണിക്കുന്നൊരു സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ കൊടി ഞങ്ങളുടെ ചിഹ്നമാണ്. ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. ആ ചിഹ്നം ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ പ്ലക്കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, നടപ്പിലാക്കി. ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. പിന്നെ എന്താണ് ഇത്രമേൽ പ്രശ്നം? ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയുണ്ടോ? ഇത് ശ്രീ M പ്രകാശ് മാസ്റ്റർ, ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത്. ഇത്തരത്തിൽ ചിഹ്നം ഉപയോഗിച്ച് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിട്ടാൽ മതി എന്ന് വയനാട് കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷേ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപേക്ഷിച്ചതിന് പിന്നിലുള്ള കാര്യമൊക്കെ വളരെ 2019 തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടിപ്പേടി കോൺഗ്രസിന് വന്നു എന്ന് പറയുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അതിശയോക്തിയോ അരാഷ്ട്രീയതയോ ഉണ്ടോ കാര്യത്തിൽ? രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ ഈ രാജ്യത്താകെ തന്നെ ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സമയത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കൊടിയുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കൂടി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് നല്ലതുപോലെ ആശങ്കയുണ്ട്. ഇപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം മുഹമ്മദ് കോയ തൊപ്പി ധരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചത് ഏത് പാർട്ടിയാണ്? നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ CAA വിഷയം വന്നു. CAA വിഷയം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് അഭിപ്രായം പറയുന്നില്ല. CAA റിജക്റ്റ് ചെയ്യണം എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഹിന്ദുവിൻ്റെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള നിലപാടാണ് അവർക്ക് ഈ കാര്യം പരസ്യമായിട്ട് പറയുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. കേരളത്തിൽ ലീഗിൻ്റെ വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ CAAക്കെതിരാണ് എന്ന് പറയുന്നതല്ലാതെ മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ CAAക്കെതിരെ രാജ്യത്തെവിടെയും അഭിപ്രായം പറയുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ മുസ്ലിം ലീഗിന് അനുകൂലമാണ് തങ്ങൾ എന്നുള്ള കാര്യം നാടറിയരുത്. ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് സംസാരിക്കുന്നു എന്ന കാര്യം നാടറിയരുത്. ഇതാണല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് എത്ര നിയമങ്ങൾ വന്നു? ഏതെങ്കിലും ഒരു നിയമത്തിൽ ഗൗരവമാനത്തിലേക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചോ? ഇപ്പോൾ പൗരത്വ നിയമം വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്നു. കേരളത്തിലെ LDFൻ്റെ ഗവൺമെൻറ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു പ്രമേയം ഐക്യകണ്ഠ്യേന പാസാക്കി. ഇതിനെതിരാണെങ്കിൽ എന്തേ കോൺഗ്രസിനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങനെ ചെയ്യാതിരുന്നത്? കേരളത്തിലെ ഗവൺമെൻറ് CAAക്കെതിരായിട്ട് കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി.
കോൺഗ്രസ് ഭരിക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റും പോയില്ലല്ലോ. ഇവിടെ ഇപ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, CA നടപ്പിലാക്കില്ല എന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? രാജ്യത്ത് എവിടെയും അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ലല്ലോ. കേരളത്തിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മനുഷ്യ ചങ്ങല നടന്നു. ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് നടത്തിയില്ലല്ലോ. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണ് തങ്ങൾ എന്ന് ആളുകൾ അറിയുന്നത് കോൺഗ്രസ്സിന് വളരെ പ്രയാസമുള്ളതാണ്. അവരതിന് സന്നദ്ധമല്ല. അതുകൊണ്ട് തങ്ങളുടെ ന്യൂനപക്ഷ ബന്ധം അത് ഒഴിവാക്കി നിർത്താൻ ലീഗിൻ്റെ പച്ചക്കൊടി ഉപേക്ഷിക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിർബന്ധിക്കപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായ നിലപാടാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും. കോൺഗ്രസിലെ ദേശീയ നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൊടി പോലും പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ത് എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് നാണക്കേടാണ് എന്ന് സകല കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും. അവൻ ലീഗിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തങ്ങളുടെ മുന്നണിയാണല്ലോ UDF, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ലീഗ്. ലീഗിൻ്റെ കൊടി പിടിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലവന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അവർക്ക് അംഗീകരിക്കാനാവുക? പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആൾ പറഞ്ഞു, അവിടെ ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അവരൊന്നും പച്ച പോച്ചിട്ടൊന്നുമില്ലല്ലോ. അവരുടെ പുറത്തൊന്നും ലീഗ് എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. അവർ ഈ പറയുന്ന ലീഗാണ് എന്ന് ഇന്ത്യയിൽ ഇവിടെ അറിയാനാ? ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ശിഹാബ് തങ്ങളെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ അറിയോ? അവർ അല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്നേ വിചാരിക്കുള്ളൂ. എന്നാൽ അവർ കൊടി പിടിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവർ ലീഗും കൊടി പിടിക്കാൻ പാടില്ല, കോൺഗ്രസും കൊടി പിടിക്കുന്നില്ല, ചിഹ്നം മാത്രം പിടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു. പരിഹാസ്യം എന്നല്ലാതെ വേറെ പറയുക. രാജ്യത്തിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിക്ക് സ്വന്തം കൊടി പോലും തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്ന സ്ഥലത്ത് പിടിക്കാനാവുന്നില്ല എന്ന ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം ഇന്ന് കണ്ടത്, കേരളം ഇന്ന് കണ്ടത്. അത്തരമൊരു നിലപാടിന് വലിയ വില കോൺഗ്രസിനും ലീഗിനും കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ N. ലാൽകുമാർ, ഇത് 2019 നമ്മൾ കണ്ടതാണ്. 2019 രണ്ട് വശങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, 2019 വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നത്. ഈ അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. അത്തരത്തിലാണ് വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ നോക്കൂ, അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടിക്കീഴിലായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അന്ന് വിജയിച്ച് കയറിയത്. വയനാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മത ന്യൂനപക്ഷം നിർണ്ണയിക്കുന്ന വോട്ടുകൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ഘടകം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ തവണ വയനാട്ടിലും ഉണ്ടായത്. പക്ഷേ ഇക്കാര്യം ഈ പച്ചക്കൊടിയുടെ തണലിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ വളരെ വികലമായ രീതിയിൽ BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കൊടിയുടെ കീഴിലാണ് രാഹുൽ ഗാന്ധി വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ മതവെറി പൂണ്ട ഇത്തരത്തിൽ വലിയ അസഹിഷ്ണുത നിറഞ്ഞൊരു സമൂഹത്തിന് മുന്നിൽ BJP അവതരിപ്പിച്ചു. സ്വാഭാവികമായും അവിടെ ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിലെ ഒരു ഘടകം, ഒരു ചെറിയ ഘടകം അതായിരിക്കാം. പക്ഷേ ഇത്തവണ അതേ പേടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു തരത്തിലും മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്തെടുക്കരുത് എന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയും അവിടെ വേണ്ട എന്ന് ലീഗ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്? നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ഒരു UDFൻ്റെ അകത്തുള്ള ആരുടെയും കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ കൊടിയെടുത്ത് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ഇതിലേത് കൊടി ഉപയോഗിക്കാഞ്ഞതുകൊണ്ടാ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാ കൊടിയും ഉപയോഗിച്ചു കൂടായിരുന്നോ? പ്രശ്നമില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങനെ തിരിച്ചു വെക്കുക, നിങ്ങൾക്ക് എല്ലാ കൊടിയും ഉപയോഗിക്കാൻ എന്തായിരുന്നു തടസ്സം? ഇപ്പോൾ ഒരു കൊടിയും ഉപയോഗിക്കാതിരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ കൊടിയും ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ കൊടിയും ഉപയോഗിച്ചുകൂടായിരുന്നോ? ഇച്ചിരൂടെ കളർഫുൾ ആകുമായിരുന്നല്ലോ ചടങ്ങ്. നിങ്ങൾ പറഞ്ഞല്ലേ, ഇപ്പം കേരള കോൺഗ്രസ്സുകാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മറ്റേ ആൾക്ക് RSP ഉണ്ട്, എല്ലാവരുടെയും കൊടി അങ്ങ് ഉപയോഗിച്ചോ. അപ്പോൾ അതല്ല പ്രശ്നം, അതല്ല പ്രശ്നം. അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവരെത്ര തലയും കുത്തി നിന്നാലും അത് കാര്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. അതിന് കാരണം അതിനൊരു പ്രിലൂഡുണ്ട്.
എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചത്? മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു തർക്കം ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ ഇത് കയ്യിലിരുന്നത് മടക്കി പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതി കയ്യിൽ കൊടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്കോ അല്ലെങ്കിൽ ഒരു ജാഥയ്ക്കിടയ്ക്കോ ഒരിക്കലും കൊടി മടക്കി പിടിക്കുന്ന ഒരു ശീലമില്ല. അത് കൊടി പാറിച്ച് തന്നെയാണ് പോവുക. അത് കാര്യം ആ പ്രവർത്തകൻ്റെ ആവേശമാണ് ആ കാണിക്കുക. കാര്യം അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം അത് ഏത് തന്നെ ആകട്ടെ, BJPയോ കോൺഗ്രസോ CPIMോ ആര് തന്നെ ആകട്ടെ, അത് മടക്കി പിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് ന്യായീകരണങ്ങളാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത്. നോക്കൂ, ഇവിടെ BJP ഞാനതിനെ വേറെ ആംഗിളിലാണ് കാണുന്നത്. അതിനകത്ത് ഒരു സതുദ്ദേശം വെച്ച് മാത്രമേ ഞാനത് സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ BJP ദുർവിനിയോഗം ചെയ്യും ഈ പറയുന്ന കൊടിയെ പാകിസ്ഥാൻ്റെ പതാകയെന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അതെ, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തി. ഇങ്ങനൊരു പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തി. ആ പ്രചരണം നടത്തിയ ശേഷം ഇതങ്ങനെ ഒരു സംഭവമല്ല എന്നും ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നും അത് ഈ രാജ്യത്ത് UDFൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണെന്നും അത് ഈ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണെന്നും സംഘപരിവാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല എന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ ഇവരെന്തേലും ചെയ്തോ? ഇവരൊന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താ? ചെയ്യാത്തതിന് കാര്യം എന്താ? അവിടെ രാമൻ്റെ പള്ളി ഉണ്ടാക്കണമെന്നും അമ്പലം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കമൽനാഥും പ്രിയങ്ക ഗാന്ധിയും കൂടാണ് കല്ലും കൊണ്ട് ഓടുന്നത്. അവിടെ അങ്ങനെ രാഷ്ട്രീയം അവർ എന്തുകൊണ്ടത് കോൺഗ്രസ്സിനത് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി അവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെ രാഷ്ട്രീയമാണ്. മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം BJPയെക്കാട്ടും കൂടുതൽ വർഗീയത പറഞ്ഞത്, ഹിന്ദു വർഗീയത പറഞ്ഞത് കോൺഗ്രസ്സാണ്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അതിനിപ്പോൾ എനിക്ക് സമ്മതിക്കുന്നതിനെന്നാ, BJP പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹിന്ദു വർഗീയത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കമൽനാഥും കൂട്ടരുമാണ്, ദിഗ്വിജയ് സിംഗും കൂട്ടരാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക ഇവർ ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മതനിരപേക്ഷ രാഷ്ട്രീയം ഇവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കൊടിയെടുത്ത് മടക്കി പിടിക്കുക എന്ന് പറയേണ്ട വരത്തില്ല. മതനിരപേക്ഷ രാഷ്ട്രീയം ഇവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻസിഡൻറ്റിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ അങ്ങനല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. നോക്കൂ, എല്ലാ ദിവസവും നിങ്ങളൊരു പത്രം എടുത്ത് നോക്കിയാൽ, ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യ ടുഡേ അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുടെ ന്യൂസ് ലിങ്ക്സ് വരുമല്ലോ, എല്ലാ ദിവസവും സ്മൃതി ഇറാനി ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കും, വാ എൻ്റെ അടുക്ക വന്ന് മത്സരിക്കാൻ. എന്നുവെച്ചാൽ ഒരു ഫസ്റ്റ് ക്ലാസ് ലീഡറൊന്നും അല്ല സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിയുടെ 7 അയലൊക്കത്ത് നിൽക്കാനുള്ള ഒരു സ്റ്റേച്ചറുള്ള ഒരാളല്ല സ്മൃതി ഇറാനി. പക്ഷേ സ്മൃതി ഇറാനിയുടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വയ്യ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിൽ പിന്നെ അദ്ദേഹം അമേഠിയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നുവെച്ചാൽ അമേഠി പോയി മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. ജയിക്കുവോ തോക്കുവോ നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും ടോൾ ലീഡേഴ്സിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. എനിക്കതിനകത്തൊരു സംശയമില്ല. അദ്ദേഹം ഡെമോക്രാറ്റിക്കാണ്, അദ്ദേഹം ലവബിളാണ്, ഇതിലൊന്നും ഞാൻ എതിര് പറയുന്നില്ല. ഇങ്ങനെ ഒരാളെ ഇന്ത്യയിലെ ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും ടോൾ ലീഡർമാരിൽ ഒരാളാണ് അദ്ദേഹം, അത് ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹത്തെ BJPയുടെ ഒരു ലീഡർ, അവർ അതിനു മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തിയിട്ടുള്ള ആളൊന്നുമല്ല. അവർ ഒരു TV സീരിയലിൽ നിന്ന് വരുന്നു, അത് കഴിഞ്ഞ് TV ഡിബേറ്റ്സിലേക്ക് വരുന്നു, അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങ് അത്രയും പ്രവർത്തിച്ചിട്ടുള്ള ലേഡിയല്ല. അവരെല്ലാ ദിവസവും വെല്ലുവിളിക്കുക, വാ എൻ്റെ അടുക്ക് വന്ന് മത്സരിക്കാൻ. അവിടെ സീറ്റ് നിർണ്ണയിക്കാൻ, ആരാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. രാജ്യം 4-3 ഭൂരിപക്ഷം മേടിച്ച് ജയിച്ച കോൺഗ്രസ്സിന് അവിടെ ആളെ നിർത്താൻ വെച്ചാൽ രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാ? വയനാട്ടിൽ വന്നത് പോട്ടെ, വയനാട്ടിൽ വന്നിട്ട് ഈ കൊടി എടുക്കാത്തതിന് കാരണം അവിടെ പോയി രാഷ്ട്രീയം പറയാനായിട്ട് അദ്ദേഹം പോകുന്നുണ്ടോ? അങ്ങോട്ട് അവിടെ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വയനാട്ടിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഈ പറയുന്ന എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വയനാട്ടിൽ വന്ന് ഇദ്ദേഹം മത്സരിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു. കാര്യം നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ആ ചോദ്യം അതിനെക്കാട്ടിൽ ലൗഡറായിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ മത്സരിക്കുന്നില്ല. അത് അവിടെ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വെല്ലുവിളിക്ക് അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ല. കോൺഗ്രസ്സുകാരോട് ഇത് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ മിണ്ടത്തേ ഇല്ല. എന്നാ മത്സരിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് AICC തീരുമാനിക്കും. അവിടുത്തുള്ളവരെല്ലാം കൂടെ തന്ത്രപരമായ തീരുമാനമെടുക്കും. തന്ത്രപരമായി എടുത്തെടുത്താണ് ഈ പരുവത്തിലെത്തിയെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ.
കോൺഗ്രസിൻ്റെ പ്രതിനിധിയിലേക്കാണ്. സംഷാദ്, ഇതിപ്പോൾ ലാൽ ചൂണ്ടിക്കാട്ടിയത് സ്മൃതി ഇറാനി ഓരോ ദിവസവും വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവിടെ ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു നേതാവിന്, കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവിന് കഴിയുന്നില്ല എന്നത് എത്രയോ ദുഃഖകരമാണ്. നോക്കൂ, വയനാട്ടിൽ വന്ന പോലെ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാൻ പോവുകയാണ്. നാളെ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്മൃതി ഇറാനി അവിടെ വന്ന് പ്രസംഗിക്കാൻ പോകുകയാണ്. അതായത് വയനാട്ടിൽ വന്നു പോലും സ്മൃതി ഇറാനി വലിയ ഭീഷണി രാഹുൽ ഗാന്ധിക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ ഒരുതരം അപഹാസ്യത നേരിടുകയല്ലേ നിങ്ങളുടെ നേതാവ്? അതിൽ ഒന്ന് രണ്ട് മറുപടി. പ്രകാശൻ മാഷ് CAA വിഷയത്തിൽ പറഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ CAA വിഷയത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. CAA വിഷയം വന്നതും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് ആരൊക്കെയാണ് സംസാരിച്ചത് എന്നും അതിലെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് എന്നും നാട്ടിൽ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനകത്ത് തർക്കമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ലോകസഭയിൽ ഇതിനെതിരെ സംസാരിച്ചത് ശശി തരൂരാണ്, അധീർ രഞ്ജൻ ചൗധരിയാണ്, ഗൗരവ് ഗൊഗോയിയാണ്. ഇവരെല്ലാം ഏത് പാർട്ടിയിൽപ്പെട്ടതാണ്? കോൺഗ്രസിൽപ്പെട്ടവരാണ്. ഇവർ തന്നെയാണ് സംസാരിച്ചത്. രാജ്യസഭയിൽ P. ചിദംബരം അടക്കമുള്ള ആളുകളാണ് CAAക്കെതിരെ സംസാരിച്ച ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ട്. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെയും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെയും ആകർഷിക്കുന്നതിന് വേണ്ടി CAA ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതിനുവേണ്ടി ചില പ്രത്യേക മേഖലകൾ തിരഞ്ഞെടുത്ത് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം, മതിൽ കെട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു മതിൽ കെട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്, അത് വനിതാ മതിലായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ നവോത്ഥാന മതിലൊക്കെ കെട്ടിയ ആളുകളാണ് CPMൻ്റെ ആളുകൾ. പിന്നെ ഇവിടെ പ്രമേയം പാസ്സാക്കി, എന്തുകൊണ്ട് മറ്റു സ്ഥലത്ത് പാസ്സാക്കിയില്ല എന്നുള്ള. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രകടനങ്ങളുടെയും പൊതുയോഗങ്ങളുടെയും പേരിലെടുത്ത മുഴുവൻ കേസുകളും സ്റ്റാലിൻ ഗവൺമെൻറ്, കോൺഗ്രസ് കൂടി MLAമാരായിരിക്കുന്ന നിയമസഭയിരിക്കുന്ന സ്റ്റാലിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ പിൻവലിച്ചു. കേരളത്തിൽ 835 കേസെടുത്ത പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 65 കേസ് പിൻവലിക്കുകയും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ കേസുകൾ എങ്ങനെയെങ്കിലും പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അഭ്യാസവും നടത്തുകയാണ്. അപ്പോൾ ആരാണ് ന്യൂനപക്ഷ സ്നേഹം കാണിക്കുന്നത് ഇന്നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകും. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രയാസമുണ്ടായ സമയത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അവിടെ ചെന്ന ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അദ്ദേഹം എല്ലാ ആളുകളെയും, അവിടുത്തെ 2 സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുകയും ചെയ്ത ആളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലാൽകുമാർ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ കൊടിയും ഉപയോഗിക്കാമായിരുന്നില്ലോ, കളർഫുൾ ആയുമായിരുന്നില്ലേ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ഏപ്രിൽ 2-ാം തീയതി കേരള കൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നൊരു പടമുണ്ട്. വിവിധ തരത്തിൽ CPMൻ്റെ കൊടി പിടിച്ചിട്ടുള്ള ഒരു പ്രകടനം. പച്ച, നീല, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, അങ്ങനെ പല. സാധാരണഗതിയിൽ ചുവപ്പിലാണ് CPMൻ്റെ ചിഹ്നം കാണാറ്. ഇതെല്ലാ കളറിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കളർഫുൾ ആവുമെന്നാണ് ലാൽകുമാർ വിചാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇന്നത്തെ പ്രകടനം നല്ല കളർഫുൾ ആയിരുന്നു. നല്ല ബലൂണുകളും നല്ല പ്ലക്കാർഡുകളും നല്ല വാദ്യോപകരണങ്ങളും നല്ല ജനപങ്കാളിത്തവുമായി ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത്രയും മനോഹരമായി തന്നെയാണ് ഞങ്ങളുടെ പ്രകടനം. കുത്തിയാൽ പൊട്ടുന്ന ബലൂൺ ആയിരുന്നു എന്ന് മാത്രം. കൊടിക്ക് കൊടിയുടേതായ സ്ഥാനമുണ്ട് ഒരു രാഷ്ട്രീയത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ കൊടിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. താങ്കൾക്ക് ഇപ്പോഴത് മനസ്സിലാകുന്നില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ കുത്തിയാൽ പൊട്ടാത്ത ബലൂൺ ഇല്ലല്ലോ. അപ്പം നമുക്ക് ഈ നാട്ടിൽ ഞങ്ങളെടുത്ത തീരുമാനം, ഞങ്ങളുടെ ഇന്നത്തെ റോഡ് ഷോ എങ്ങനെ നടത്തണമെന്നുള്ളത് UDFൻ്റെ തീരുമാനമാണ്. അത് ഞങ്ങൾ നടത്തി. അതിൽ ആർക്കാണ് പ്രയാസം എന്നുള്ളതാണ്. പിന്നെ ഈ കർണാടകയിൽ BJPയോടൊപ്പം മത്സരിക്കുന്ന JDSൻ്റെ MLAമാരെ ഒരാളെ മന്ത്രിസഭയിലും ഇരുത്തി, ഒരാളെ MLAയുമായി ഇരുത്തിയിട്ട് അവർക്കെതിരെ ഒന്ന് മിണ്ടാൻ പോലും ഇത്രയും വലിയൊരു വിഷയം പറയുമ്പോൾ ബാലിശമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും നിങ്ങൾ ഓടി ഒളിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ നിങ്ങൾക്ക് അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെ അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയും? ഒരു കൊടി ഏന്തുക എന്ന് പറയുന്നത്, ശ്രീ സംഷാദ്, ഒരു കൊടി ഏന്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്റെ അവകാശമാണ്, അഭിമാനമാണ്. ആ കൊടി കയ്യിൽ പിടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അങ്ങനെ ഒരു കൊടി പിടിക്കാൻ തയ്യാറായി വരുന്ന ഒട്ടേറെ ആളുകളുണ്ട് ഓരോ പ്രസ്ഥാനത്തിലും. അവർക്കാണ് ഇത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ വികാരം നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ പറയട്ടെ, ഇന്ന് വിവിധ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിന്ന് വാഹനങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകർ ഒരുമിച്ചാണ് വന്നത്.
കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും എല്ലാവരും ഒരുമിച്ച് വാഹനങ്ങൾ വിളിച്ച് ആ വാഹനങ്ങളിലാണ് വന്നത്. അവരൊരുമിച്ചാണ് ഇന്ന് ഞങ്ങളുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ആർക്കുമില്ലാത്ത ഒരു പ്രയാസത്തെ കൈരളി ചാനൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കും. നിങ്ങൾക്കേ പ്രയാസമുള്ളൂ. വയനാട്ടിലെ UDFന്റെ ഒരു പ്രവർത്തകർക്കും ഇതിനകത്ത് പ്രയാസമില്ല. പിന്നെ ഈ കൊടി ഉപയോഗിക്കണ്ട എന്നുള്ള നിർദ്ദേശവും നമ്മൾ ഇന്ന് റോഡ് ഷോ ഇങ്ങനെ സെറ്റ് ചെയ്തു, നമ്മളത് ഇങ്ങനെ നടത്തി എന്നുള്ളതാണ്. കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ ഈ കൊടികൾ ഉപയോഗിക്കുന്നില്ലേ? ലാൽകുമാർ, അങ്ങേക്ക് ചോദിക്കാം. നിങ്ങൾ അല്ല, ഞാൻ ഇടപെട്ട് പറയല്ല. സാധാരണഗതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പരിപാടി നടക്കുമ്പോൾ കൊടിയില്ലാതെ ഒരു പരിപാടി കോൺഗ്രസോ BJPയോ ഏത് പാർട്ടിയാകട്ടെ, നിങ്ങൾക്ക് ഒരിക്കൽ ഒറ്റ എക്സാമ്പിൾ പറയാം. അങ്ങോട്ട് സാധനം ഒറ്റ എക്സാമ്പിൾ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു. കാര്യം നിങ്ങൾ ഇപ്പം ഈ കാണിച്ചത് രാഷ്ട്രീയ പാപ്പരത്വമാണ്, രാഷ്ട്രീയ കീഴടങ്ങലാണ്. നിങ്ങൾ സംഘപരിവാറിനെതിരെ കീഴടങ്ങാണ്. അതേ പറഞ്ഞേ രാഷ്ട്രീയ പറഞ്ഞോളൂ. വയനാട് ജില്ലയിൽ പറയാം. ഇപ്പോൾ ലാൽകുമാർ ചോദിച്ചത് കൊടി ഉപയോഗിക്കാതെ നിങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ദേശീയ പതാക എടുത്തിട്ട് വയനാട്ടിൽ വലിയ പ്രകടനം നടത്തിയ ആളുകളാണ്. അന്ന് UDFന്റെയും എല്ലാ ആളുകളെയും എല്ലാ നേതാക്കന്മാരെയും അണിനിരത്തി ബഹുമാനപ്പെട്ട വയനാട് MP ശ്രീ രാഹുൽ ഗാന്ധി ആ സമയം മുസ്ലിം ലീഗിന്റെ കൊടി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടും. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ കരുത്ത് നിങ്ങൾക്കില്ല എന്നതാണ് തെളിയിക്കപ്പെടുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം ഇപ്പൊ നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങളിപ്പോൾ പറയുന്നു മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിച്ചാൽ BJP അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുമെന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലും മറ്റും ചിലപ്പോൾ ദുരുപയോഗം ചെയ്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തിട്ടും ഉണ്ടാകാം, അവർക്ക് അതിൽ വിജയിക്കാൻ പറ്റിയിട്ടും ഉണ്ടാകാം. ഇപ്പോൾ കൊടി ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷമായിരിക്കാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതല്ല. കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരുപാട് തവണ CPMന്റെ പല നേതാക്കന്മാരും പല രീതിയിൽ ശ്രമിച്ചിട്ടും UDF വിട്ടുപോകാത്ത ഒരു ഘടകകക്ഷിയായി ഞങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസോടുകൂടി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകന് പോലും ഒരു പ്രയാസവും ഇന്നത്തെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടില്ല. സമുന്നതരായ എല്ലാ UDFന്റെ നേതാക്കളും ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിൽ നടത്തുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലും ഞങ്ങളുടെ എല്ലാവരുടെ പതാകകൾ ഒരുമിച്ചുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ചുണ്ട്, ഞങ്ങളുടെ കുടുംബയോഗങ്ങളിൽ ഒരുമിച്ചാണ്, ഞങ്ങളുടെ ബൂത്ത് പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളുടെ പ്രകടനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ വീട് കയറുന്നതിൽ ഞങ്ങൾക്ക് ഒരുമിച്ചാണ്. ഞങ്ങൾക്കൊരാൾക്കും ഇല്ലാത്തൊരു പ്രയാസം. ഞങ്ങളുടെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കൊടിയെടുക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ നയിക്കുന്നത്, ഈ പാർലമെൻറ്റ് കമ്മിറ്റിയെ നയിക്കുന്നത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. AP അനിൽകുമാറാണ് ഇതിൻ്റെ കൺവീനർ. രണ്ടു പേരും കൂടി ചേർന്ന് നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്താനുള്ള കപ്പാസിറ്റി UDFന് വയനാട്ടിൽ, അതിലൊരു തർക്കമില്ല. ഇല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇന്ന് വയനാട് ജില്ലയിലെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു. റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ആളുകൾ വന്നല്ലോ, ആരും നിരാശരല്ല, എല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് പോയത്. CPMന്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ കൊടി എടുക്കാത്തതിൽ കുറിച്ച് നിങ്ങൾ കൊടി പേടിയോ എന്ന് ചോദിക്കുന്നത്, UDFന്റെ കൊടി എടുക്കാത്തതിൽ എല്ലാ ഘടകകക്ഷികളുടെ കൊടിയും എടുക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ കൊടി എന്ന് പറയുന്ന ആ വാക്കിന് പച്ച കളർ കൊടുത്തിട്ട് അതിനകത്ത് പോലും ഒരു പൊളിറ്റിക്സ് കാണുന്നത് ആരാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കൊടിപ്പേടി എന്ന് എഴുതുന്ന ഒരു കൊടിക്ക് പച്ച കളർ കൊടുക്കുക, എന്നിട്ട് അതിനെ എത്രത്തോളം രീതിയിൽ ഈ ഒരു കാര്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശ്രമിക്കുന്നത് ആരാ എന്നുള്ളത് ആളുകൾക്കറിയാം. പിന്നെ സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നില്ല, രാഹുൽ ഗാന്ധി പോകുന്നില്ല. ഇത് നമ്മൾ കുട്ടികൾ തമ്മിൽ പന്ത് കളിക്കുന്നത് പോലെ വെല്ലുവിളിക്കുമ്പോൾ പോയി മത്സരിക്കുന്നതാണ് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് കോൺഗ്രസിന് നിലപാടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കില്ല കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് അമേഠി. ആ അമേഠിയിൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയില്ല. എന്തിനാണ് അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നത്? അതല്ലേ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുന്നത്? സ്മൃതി ഇറാനിയെ പോലെ ഒരു നേതാവ് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലുമുള്ള ത്രാണി രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നതല്ലേ വ്യക്തമാകുന്നത്? ലാൽകുമാർ, നിലിമ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അദ്ദേഹം നൗഷാദ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത്.
മിസ്റ്റർ മരക്കാർ പറഞ്ഞതുപോലെ Okay. അല്ല ഇതിൻ്റെ കാര്യം. കാരണം നൗഷാദ് മരക്കാർ പറഞ്ഞതല്ല ഇതിൻ്റെ കാര്യം. കാരണം സ്മൃതി ഇറാനി വെറും ഒരാളല്ല. സ്മൃതി ഇറാനി കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ തോപ്പിച്ച ആളാണ്. അതെ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോപ്പിച്ച ആളാണ്. ചുമ്മാതിരുന്ന ലേഡി അല്ല അവർ തോപ്പിച്ച ശേഷമാണ് അവർ വീണ്ടും വെല്ലുവിളിക്കുന്നത്. അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാളെ ഇപ്പം ഞാൻ നാളെ രാവിലെ എന്നാൽ രാഹുൽ ഗാന്ധി എനിക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എനിക്കെതിരെ ഒന്നും മത്സരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ നിലം തൊടിയിക്കാതെ തോപ്പിച്ച് വിട്ട ശേഷം വീണ്ടും വെല്ലുവിളിക്കുന്നെങ്കിൽ അവർ ഷീസ് എ നോച്ച് എബവ്, അവർ അത്രയും മേളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആ വെല്ലുവിളി തന്നെയാണ്. അത് വഴി കൂടെ പോകുന്ന ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ സംരംഭമായിട്ടിരിക്കുന്ന കാര്യമല്ല. അത് വളരെ വ്യക്തമാണ്. അതിനകത്തൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് നിങ്ങൾ ചുമ്മാതെ അത് ഞങ്ങൾ അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, ഇത് സ്കൂളിലെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം സ്കൂളിലെ പരിപാടിയായി മാറിയത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഈ ഗതികേട് വരുന്നത്. അതാണ് സത്യം. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടമാകുന്നത്. സംഷാദിലേക്ക് എത്താം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അമേഠി നോക്കൂ, അമേഠി എത്രയോ കാലം സഞ്ജയ് ഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെ വിജയിച്ചു കയറിയ മണ്ഡലം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളം കൈയിൽ കൊണ്ടുനടന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നിഷ്കാസിതനാക്കപ്പെട്ടത്. അതും ചെറിയ വോട്ടുകൾക്കല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ സ്മൃതി ഇറാനി ജയിച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണല്ലോ 2004, 2019, 2014 അവിടെ എത്തിയപ്പോഴത്തേനും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിനൊക്കെ വലിയ ഇടിവ് അവിടെ സംഭവിച്ചിരുന്നു. അത് ഒരു നേതാവിന് അവിടുത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞെന്നൊരു സാഹചര്യമാണ് 2019 നമ്മൾ കണ്ടത്. പക്ഷേ വീണ്ടും അമേഠിയിലേക്കൊക്കെ പോകാനൊരു ശ്രമം നടത്തി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ഈ പച്ചക്കൊടി ഉയർത്തുന്ന ഒരു ഭീഷണി പോലും ഈ ഒരു ദേശീയ നേതാവിനെ ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു രാജ്യത്തെ ലീഡ് ചെയ്യുക? ഇതിലിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സുരക്ഷിതമായൊരു സീറ്റ് കണ്ടെത്താനാവുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുന്നണിക്കും പാർട്ടിക്കും വലിയ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുന്നത്. അത് എത്രമാത്രം രാഷ്ട്രീയമായിട്ട് അസംഗതമായൊരു കാര്യമാണ് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. ഇവിടെ അമേഠി എന്ന് പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ സ്വന്തം മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രസ്റ്റീജ് മണ്ഡലം എന്ന് എല്ലാ കാലത്തും പറയുന്നൊരു മണ്ഡലമാണ് അമേഠി. ആ അമേഠിയിലേക്ക് പോകാനുള്ള ഒരു ശക്തി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇതുകൊണ്ട് വ്യക്തമാക്കുന്നൊരു കാര്യം. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല, ഞങ്ങൾ കൊടി വേണ്ട തീരുമാനിച്ചാണ്. ഇതിനകത്തുള്ള വിഷയം എന്താ? AICCയുടെ ധാരണ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പച്ചക്കൊടി പാടില്ല എന്നാണ്. പച്ചക്കൊടിയെ മാത്രമായിട്ട് ഒഴിവാക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് ഒരു കൊടിയും വേണ്ട തീരുമാനിക്കാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. അല്ല കോൺഗ്രസ് കൊടി എടുക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ കോൺഗ്രസ് കൊടി എടുത്താൽ പച്ചക്കൊടി ഉണ്ടാവും. പച്ചക്കൊടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പര്യടന പരിപാടി ഇന്ത്യയിൽ കാണിക്കാനുള്ള ധൈര്യം കോൺഗ്രസിനില്ല. അവർക്ക് കൊടി ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേസെടുത്തിട്ട് കേരള ഗവൺമെൻറ് പിൻവലിച്ചില്ല. വസ്തുതയല്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ എടുത്തിരിക്കുന്ന കേസുകളിൽ 660 കേസുകൾ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കേസുകൾ പിൻവലിക്കാൻ ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേസ് പിൻവലിക്കണമെങ്കിൽ അപേക്ഷ വേണം, അതോടൊപ്പം തന്നെ അവിടെയുള്ള ജഡ്ജി അനുവദിക്കണം. ആ തടസ്സമല്ലാതെ കേസുകൾ എല്ലാം പിൻവലിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ള കാര്യം ഒന്നിലേറെ തവണ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പേര് വീണ്ടും 835 കേസെടുത്തു എന്ന് പറയേണ്ട കാര്യം എന്താ? പിന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ വലിയ കാര്യം ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരം നടന്നല്ലോ ഡൽഹിയിൽ. 100 കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്തല്ലോ, ഭീകരമായ നിലക്കുള്ള മർദ്ദനമുണ്ടായല്ലോ. ഞങ്ങളുടെ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ കേസിൽ പ്രതിയായി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു MP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് ഈ കേസിൽ ഡൽഹിയിൽ പ്രതിയായതായിട്ട് പറയാൻ വേണ്ടി കഴിയുമോ? ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെട്ടതായിട്ട് പറയാൻ വേണ്ടി കഴിയുമോ? ഇപ്പോഴും കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞില്ലല്ലോ. CA പിൻവലിക്കണമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ കോൺഗ്രസിന്? ഇവിടെ രാഹുൽ ഗാന്ധി പറയുമോ ഈ CA പിൻവലിക്കണമെന്ന്? ഇതുപോലെ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരുപാട് പേര് പ്രസംഗിച്ചു വന്നാൽ ഒരുപാട് പേരൊന്നും പ്രസംഗിച്ചില്ല. പ്രസംഗിച്ച് ശശി തരൂരാണ്. ബാക്കി പ്രസംഗിച്ച ലീഗിൻ്റെ ആളുകളാണ്. ഒരൊറ്റ കോൺഗ്രസ് നേതാവ് ഇവിടെ ഈ നിയമം വേണ്ടതില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ
ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു സന്ദർഭത്തിലും ആർജവത്തോടെ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിന് കരുത്തില്ല. ആ കരുത്തില്ലായ്മയാണ് പ്രകടമാക്കുന്നത്. ഇവിടെ ആവട്ടെ ന്യൂനപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ കൊടി പോലും രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്കകത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ഇതെന്തൊരു അധപ്പതനമാണ്. ഇന്ത്യയിലെ ഒരു വലിയ ദേശീയ പാർട്ടിക്ക് ഇതിൽ പരം ഒരു അധപ്പതനം എന്താണ് പിന്നെ ഉണ്ടാവാനുള്ളത്? അവരുടെ ഏറ്റവും വലിയ നേതാവിന് സ്വന്തം കൊടിയെടുത്തിട്ട് സഖ്യകക്ഷികളെ കൂടെ കൊണ്ടുപോകാനാവുന്നില്ല. ഇതല്ലേ ചിത്രം? ഇവിടെ തീരുമാനം വളരെ വ്യക്തമാണ്. പച്ചക്കൊടി രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പാടില്ല. അങ്ങനെ വന്നാൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ഇത് പ്രയാസമുണ്ടാക്കും. അതിന് ലീഗ് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നല്ലേ കാണാൻ വേണ്ടി കഴിയുക. അതൊരു നാണക്കേടല്ല എന്ന് ആർക്കാ പറയാൻ വേണ്ടി സാധിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, കോൺഗ്രസിൻ്റെ ആളുകൾ എന്തെല്ലാം പറയാൻ ശ്രമിച്ചാലും, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു മുസ്ലിം ലീഗിലെ ആർക്കും വിരോധമില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ അണികളെന്താ പറയുന്നത്? ഇവിടെ അഖിലേന്ത്യാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം കൊടി ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് നിഷ്കർഷിച്ചതിനെ അംഗീകരിക്കുന്നുണ്ടോ ലീഗിൻ്റെ അണികൾ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ ഹൃദയത്തിലേറ്റുന്ന പച്ച പതാക അത് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? അവർ ലീഗിൽ ആർക്കും ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയല്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പ്രയാസമുണ്ട്. പക്ഷേ കോൺഗ്രസിന് ലീഗിൻ്റെ കൊടി അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ കാണിക്കാനാവില്ല. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കുമ്പോൾ നാണക്കേട് നിന്റെ പേരോ കോൺഗ്രസ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുന്നതിൽ യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. ഇതൊരു ഗതികേടാണെന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കും സംശയം ഉണ്ടാവില്ല, ലീഗിനും സംശയം ഉണ്ടാവില്ല. അതെ, ഈ ഗതികേടാണ് സംഷാദ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വയനാട് മണ്ഡലത്തിൽ 35% വോട്ടുകൾ മുസ്ലിം ലീഗിന് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ബാക്കി 20% വോട്ടുകൾ കോൺഗ്രസിനുമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷത്തെ പേടിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വേണം, പക്ഷേ അവരെ പൊതുജന മധ്യത്തിൽ കാണിക്കാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള ഒളിസേവ അതാണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ലീഗിന് പ്രശ്നമില്ല, കോൺഗ്രസിന് പ്രശ്നമില്ല, നിങ്ങൾക്കാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഇത് പൊളിറ്റിക്കൽ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതെ അതെ, തീർച്ചയായും ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. BJPയുമായി ചേർന്ന് നിൽക്കുന്ന JDSൻ്റെ MLAമാരെ ഇപ്പോഴും മുന്നണിയിൽ നിർത്തുകയും മന്ത്രിസഭയിൽ നിർത്തുകയും ചെയ്യുന്നത് BJPയോട് JDS ചേർന്ന് നിൽക്കുന്നതിൽ CPMൻ്റെ നിലപാട് എന്താണ്? അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന BJPയുമായി ചേർന്ന് നിൽക്കുന്ന JDSനെ JDSന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ വന്നിട്ടുള്ളതാണ്. LDFിൽ നിന്ന് വന്നിട്ടുണ്ട്, JDSിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പൊളിറ്റിക്കലി അത് കറക്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ ഈ JDSന്റെ കാര്യം എടുത്തിരുന്നത് എന്തിനാണ്? എന്ത് പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നു? വയനാടിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കർണാടകയിൽ ഞങ്ങൾക്കറിയാമല്ലോ, അവിടെ JDSന്റെ ബൈ ഇലക്ഷൻ കാൻഡിഡേറ്റും ലോക്സഭാ കാൻഡിഡേറ്റുമായ ദേവഗൌഡയുടെ മരുമകൻ്റെ മഞ്ജുനാഥിൻ്റെയും പോസ്റ്ററിനകത്ത് ഇവിടുത്തെ 2 നേതാക്കന്മാരുടെ പടം വന്നപ്പോൾ അത് ഫേക്കായി ആരോ സൃഷ്ടിച്ചതാണ് എന്നാണ് മാത്യു ടി തോമസ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയും ബഹുമാനപ്പെട്ട PK ബഷീറും എല്ലാം ഇന്നത്തെ ചടങ്ങിലുണ്ട്. അപ്പോൾ പ്രകാശം മാഷ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അവരെയൊക്കെ ഇന്ത്യയിൽ ആർക്കെങ്കിലും തിരിച്ചറിയുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണോ എന്ന്? അവരാരെങ്കിലും പച്ച പതച്ചിട്ടുണ്ടോ? എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്നും MP ആയി ജയിക്കുകയും UPAയുടെ ഗവൺമെൻറ് വരികയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ജയിച്ച ഏക മുസ്ലിം ലീഗിൻ്റെ MP അന്ന് അഹമ്മദ് സാഹിബാണ്. അദ്ദേഹത്തെ ഏറ്റവും പ്രബലമായൊരു വകുപ്പിലെ മന്ത്രിയാക്കിയത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം നടക്കുന്ന 2017 ഫെബ്രുവരിയിൽ റാം മനോഹർ ലോഹിയ ആശുപത്രിയിലേക്ക് വൈകുന്നേരം അർദ്ധരാത്രി കഴിഞ്ഞ് ആ മരണം മുന്നേ നടന്നതാണ് എന്നും അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ചെന്നതും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തത് സോണിയാഗാന്ധിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എത്രമേൽ വലുതാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്കൊന്നും പ്രകാശൻ മാഷ് കടന്നു കയറി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കുണ്ടാകുന്ന വൈകാരികതയെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒരു മിനിറ്റ് അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം ഇതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കണം. അല്ല, ഇതൊന്ന് പറയട്ടെ.
ഇത് പറഞ്ഞിട്ടൊന്ന് ഞാൻ പറഞ്ഞത് ആരും അറിയാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. എല്ലാവരും അറിയുന്ന ഈ അഹമ്മദ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ മത്സരിച്ചതാണ്, ജയിച്ചതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള, ഈ നാട്ടിലെ ആളുകൾക്ക് ബോധ്യമുള്ള അദ്ദേഹത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നടത്തിയതും കൊണ്ടു നടന്നതും കോൺഗ്രസ് ആണ്. അപ്പം ഞങ്ങൾ ആരുടെ മുമ്പിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയോ നേതാക്കന്മാരെയോ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാ സമയത്തും ശ്രമിച്ചു നോക്കുന്നുണ്ട് UDF നിന്ന് മുസ്ലിം ലീഗിനെ ഒന്ന് പുറത്തെത്തിക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2019 തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ UP-യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്നു മുസ്ലിം ലീഗ്. ഒറ്റ ചോദ്യം, മുസ്ലിം ലീഗ് നിങ്ങളുടെ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ്, UPA-യുടെ സഖ്യത്തിൽ നിന്നുകൊണ്ടാണോ ഇലക്ഷന് മത്സരിച്ചത് UP-യിൽ? ആണോ? അല്ല, ഇപ്പം ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ തൊട്ടപ്പുറം. അല്ല, ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശ് നിങ്ങൾ ചേർത്ത് നിർത്തിയ കാര്യമൊക്കെ പറയുന്നതുകൊണ്ടാണ്. യുപിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നിങ്ങൾ കൂടെ ചേർക്കാതിരുന്നത്? ഞാൻ പറയട്ടെ, 2019 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സാഹചര്യം എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എവിടെയും ചേർക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നത്. തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് നവാസ് ഗനി മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിലാണ്. കൂടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയുമുണ്ട്, MK സ്റ്റാലിന്റെ പടവുമുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് കടക്കുമ്പോൾ അതാണ് നിങ്ങളുടെ പേടി, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് കാര്യം. ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗ് നിങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാൻ നിങ്ങൾ പേടിക്കുന്നു, അതാണ് ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 2 സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും അവിടെ പോവുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും. സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയും അവർക്ക് വോട്ട് തേടി പോകാറുണ്ട്. അതെന്താ നിങ്ങൾ പറയാത്തത്? ഇപ്പം നവാസ് ഗനിക്ക് വേണ്ടിയിട്ട് രാമനാഥപുരത്ത് രാഹുൽ ഗാന്ധിയും വോട്ട് ചോദിച്ചു പോകും. അവിടെ ചിഹ്നം കോണിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആ 3 സീറ്റിലും കോൺഗ്രസിനോടൊപ്പമാണ്. അവിടെ 3 സീറ്റിലും രാഹുൽ ഗാന്ധി ഇലക്ഷൻ ഒട്ടേറെ രാഷ്ട്രീയമായി ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അത്. UP-യിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് അന്ന് ഒരുതരം വെറുപ്പ് കാണിച്ച് അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അവരെ തീർച്ചയായും അവഗണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് മത്സരിച്ചത് സമാന്തരമായിട്ടായിരുന്നു. അവിടെ മുസ്ലിം ലീഗ് UP-യിൽ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കാട്ടിക്കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ UP-യിൽ അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ BJP ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒഴിവാക്കാൻ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയില്ല. അവിടെ മുസ്ലിം ലീഗ് സമാന്തരമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴത്തെ പേടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇതിൽ കോൺഗ്രസ് മതനിരപേക്ഷത എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ സമീപകാലത്തായിട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ധാരാളം നിലപാടുകൾ മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്ന ഒന്നല്ല. അവർ ഹിന്ദുത്വ നിലപാടിനോട് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്ത് BJP ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുടെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രകടമാണ്. ഇപ്പോൾ ധാരാളം കാര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണം വന്നല്ലോ. ഏതെങ്കിലും ഒരു നിയമത്തിൽ കർശനമായ നിലയ്ക്ക് ഇത് പാടില്ലെന്ന് പറയാൻ കോൺഗ്രസ് ഉണ്ടോ? ഇപ്പോൾ അയോധ്യയിലെ പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിതു. ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കാൻ എത്ര പ്രയാസപ്പെട്ടാണ് കോൺഗ്രസിന് സാധിച്ചതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ തന്നെ പൗരത്വ ചട്ടങ്ങൾ വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നത് കരുത്തില്ലാത്തതുകൊണ്ടാണ്. കരുത്തില്ലാത്തത് ഇവിടെ മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തിനകത്ത് വെള്ളം ചേർത്ത് ഈ പറയുന്ന ഹിന്ദുത്വ ആശയത്തിൻ്റെ ആളുകളുടെ വോട്ടുകൾ നേടാൻ തങ്ങൾക്ക് ന്യൂനപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള നിലപാട് അത് പറയാതിരിക്കുകയാണ്. നേരത്തെ അഹമ്മദിനെ മന്ത്രിയാക്കിയ കാലത്തുള്ള നിലയല്ല ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്നത്. അഹമ്മദിനെ മന്ത്രിയാക്കുക മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ അയച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളതൊന്നും മറന്നുപോയിട്ടില്ല. പക്ഷേ ഇന്ന് ലീഗ് ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയാൻ കോൺഗ്രസ് മടിക്കുന്നു, ഭയക്കുന്നു. ഈ കേരളത്തിലൊഴിച്ച് അവർക്ക്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഒഴിച്ച് അവർക്ക് ആ കാര്യം പറയാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം.
ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് പരസ്യമായി പറയാൻ വടക്കേന്ത്യയിൽ എവിടെയും കോൺഗ്രസ് തയ്യാറല്ല. അതുപോലെ ലീഗുമായിട്ട് ഒരു വടക്കേ സംസ്ഥാനങ്ങൾക്ക് കൂട്ടുകെട്ടുണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പച്ച ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹിന്ദു വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അത് അവരുടെ മതനിരപേക്ഷതയ്ക്കേറ്റ കടുത്ത ആഘാതമാണ് എന്നവർ അറിയണം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് എത്ര പരിപാടികൾ കേരളത്തിൽ നടന്നു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പരിപാടി നടന്നോ? വേറെ എവിടെയെങ്കിലും കോൺഗ്രസിന് മുൻകൈയിൽ എവിടെയും നടന്നില്ലല്ലോ. പൗരത്വ നിയമം ഉപേക്ഷിക്കണം പറഞ്ഞോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അഖിലേന്ത്യാ തലത്തിൽ? പറഞ്ഞില്ലല്ലോ, പറയില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയും പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഹിന്ദു വോട്ട് നേടാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷത്തിന് അനുകൂലമായിട്ട് പരസ്യമായി പറയരുത്, ഈ നിലപാടാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ ലീഗിൻ്റെ കൊടി ഞങ്ങളുടെ കൂടെ കിട്ടിയാൽ അത് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പച്ചക്കൊടി കാണിച്ച് ഈ ഇന്ത്യ രാജ്യത്തൊക്കെ പ്രചരിപ്പിച്ചാൽ അത് തങ്ങളുടെ വോട്ടുകളെ തെറ്റായ നിലക്ക് അത് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ കാണുന്നു. ലാൽകുമാറിലേക്കാണ്. ശ്രീ ലാൽകുമാർ, ഈ 19 ഈ വിവാദമുണ്ടായപ്പോൾ BJP പറഞ്ഞു വെച്ച വാക്കുകൾ അവർ കേന്ദ്രമന്ത്രി പറഞ്ഞതാണ്. പച്ചക്കൊടി വിദ്വേഷത്തിൻ്റെ പ്രതീകമാണ്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാൻ എന്നാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ഗിരിരാജ് സിംഗ് രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇന്നിപ്പോൾ നോക്കൂ, SDPIയുടെ ഒരു ബന്ധം മുൻനിർത്തിക്കൊണ്ട് SDPI നിരുപാധിക പിന്തുണ കോൺഗ്രസിന് നൽകിയ ഒരു സാഹചര്യമുണ്ട്. അത് നിരാകരിച്ചിട്ടില്ല കോൺഗ്രസ്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. ഇത് മുൻനിർത്തിയാണ് രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്ത് BJP വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നത്. രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച വിഘടനവാദ ശക്തികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഇത്തവണ രാഹുൽ മത്സരിക്കാൻ പോകുന്നത് എന്ന്. ഈ പച്ചക്കൊടിയേക്കാൾ ഭീകരമാണ് ഒരുപക്ഷെ ഈ ഒരു അവസ്ഥ. അതെ, നോക്കൂ, അദ്ദേഹം കഴിഞ്ഞ സ്ട്രെച്ചിൽ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫോൺ ഡിസ്കണക്റ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം മറുപടി വല്ലതും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ മറുപടി പറഞ്ഞതിൽ എനിക്ക് എൻ്റെ ബോധ്യങ്ങളിലേക്ക് വരത്തക്ക രീതിയിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിന് മറുപടി ഉണ്ടായില്ല. എന്തെങ്കിലും കൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൽ സംസാരിക്കാം. ലീഗ് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ലീഗിനെ എപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്ക് ഞാൻ വരാം. അതെനിക്ക് മനസ്സിലായി, ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. ലീഗിനെ അവിടെ തന്നെ ഞാൻ തുടങ്ങാം. ലീഗിനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു നയം കോൺഗ്രസിനുണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്ന വാക്ക് കേട്ടോ, ഉണ്ട്. എവിടെ? കേരളത്തിൽ. കാര്യം എന്താ? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ ആവശ്യമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയം വരുമ്പോൾ ലീഗില്ലാതെ കോൺഗ്രസിന് UDFന് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഈ ലീഗ് നമ്മുടെ സ്വന്തം ആളാ, നമ്മൾ ഒരുമിച്ചാന്ന് പറയും. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇവർ ലീഗിൻ്റെ കൂട്ടത്തിൽ നിന്ന ഒരു സമയം പറഞ്ഞു. നിങ്ങൾ ആത്മാർത്ഥമായി ലീഗിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിന്ന ഒരു അഭിപ്രായം പറഞ്ഞത് എപ്പോഴാണ് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ്? അതാ പറഞ്ഞേ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികളെല്ലാം പറയുന്നത്, ഞാൻ പറയുന്നത് ലീഗുകാർ കേൾക്കാനാണ്. വേറെ ഞങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല, ആശയവ്യക്തതയില്ല. ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ആശയവ്യക്തത ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് അവർക്കും ആ വ്യക്തതയുണ്ട്. നിങ്ങളെ ലീഗിനെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മതി, ദേശീയ രാഷ്ട്രീയത്തിൽ വേണ്ട. സിമ്പിളാണത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സത്യസന്ധമായ കാര്യം. അതിനിപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ കിടന്ന് കുറേ പറയാമെന്നല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ രാമക്ഷേത്രം പൊളിച്ചപ്പം അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും എപ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആത്മാർത്ഥമായി നിന്നിട്ടുള്ളത്? നിന്നിട്ടില്ല, നിക്കത്തില്ല. കാര്യം എന്നറിയോ? നിന്നാൽ ഈ പറയുന്ന ഇവർ കളിച്ചിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അടഞ്ഞു പോവും. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഇവർ കളിച്ചിട്ടുള്ള രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യം രാമനെ എടുത്ത് രാഷ്ട്രീയ ആയുധമായി മുന്നോട്ട് വെച്ചത് നരേന്ദ്രമോദിയും ഈ പറയുന്ന വാജ്പേയി ഒന്നുമല്ല, രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി അതിൻ്റെ രാഷ്ട്രീയ പൊട്ടൻഷ്യൽ അതിൻ്റെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഉപയോഗിച്ച ആൾ രാജീവ് ഗാന്ധിയാണ്, വേറെ ആരുമല്ല. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് ആൻഡ് വ്യൂ നിങ്ങൾ 9 മണി വരെ 10 മണി വരെ നീട്ടിക്കോ, ഞാൻ ഡിബേറ്റ് ചെയ്യാം. 10 മണി വരെ ആണെങ്കിൽ ഞാൻ ഡിബേറ്റ് ചെയ്യാം. ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഉപയോഗിച്ച് ഈ രാഷ്ട്രീയത്തെ വഷളാക്കി മുന്നോട്ട് നീങ്ങിയത് കോൺഗ്രസ് വർഗീയമായി. ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, ഈ രാമക്ഷേത്രവുമായി ഈ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ രാമൻ്റെ ഫോട്ടോയും ഈ പറയുന്ന ഹനുമാൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചാണ് ഇവർ പ്രചരണത്തിന് തന്നെ പോയിക്കൊണ്ടിരുന്നത് ആൾക്കാർ.
അങ്ങനെ പ്രചരണം നടത്തിയവരാണ് ഇവർ. അങ്ങനെ പ്രചരണം നടത്തുന്ന ആൾക്കാർക്ക് പച്ചക്കൊടി കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ മറ്റുള്ള കൊടികളെല്ലാം ഒഴിവാക്കി. ഞാൻ ഒറ്റ ചോദ്യം, അടുത്ത സ്ട്രെച്ചിൽ അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം മാന്യമായ മറുപടി പറഞ്ഞില്ല. മാന്യത കുറവെന്നല്ല, മാന്യമായി എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് മറുപടി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നല്ലൊരു മറുപടി. ഒറ്റ ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കാം, ഒറ്റ ചോദ്യം കൂടെ. നിങ്ങൾ ഈ പറയുന്ന ഒരു കൊടിയും ഉപയോഗിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തു. നിങ്ങൾ അങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താ? നിങ്ങൾ സാധാരണഗതി ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി, CPM എന്നൊരു പാർട്ടി, CPM നാളെ തിരുവനന്തപുരത്തെ സംസ്ഥാന സമ്മേളനത്തിൽ CPMൻ്റെ കൊടി വേണ്ട എന്നൊരു തീരുമാനം എടുക്കുക. അതിനൊരു കാരണം വേണമല്ലോ. അപ്പം ഇന്നത്തെ ജാഥയുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ ഒരു കാര്യമുണ്ടല്ലോ. ആ കാര്യം എന്ന് പറഞ്ഞു എന്ന് കേൾക്കട്ടെ, ജനങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരു കാര്യം ഉണ്ടോ എന്ന് അറിയണമല്ലോ. സംശാദേ, മറുപടി പറയൂ. പറയാം. ആദ്യം തന്നെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കേരളത്തിൽ ആവശ്യമുണ്ട്. ഒരു സെക്കൻഡ്, നമ്മളെ ഏറ്റവും അവസാന മിനിറ്റുകളിലൂടെയാണ് പോകുന്നത്. ഒന്ന് ചുരുക്കി, അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ കോൺക്രീറ്റ് ആയ ഒരു ചോദ്യമാണ്, അതിനൊന്നും പറയാം. അല്ല ഞാൻ അതിന് മുമ്പുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എവിടെയെല്ലാമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാൻ കഴിയും? അത് തെക്കേ ഇന്ത്യ എന്നോ വടക്കേ ഇന്ത്യ എന്നോ അങ്ങനെ ഒരു ഇന്ത്യയുമില്ല. ഇന്ത്യയിൽ എവിടേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഒരുമിച്ച് തന്നെ നിന്ന് പോകും. അത് രാമനാഥപുരത്താണെങ്കിലും മലപ്പുറത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും അതിൽ തർക്കമില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ മറ്റു വലിയ രീതിയിലുള്ള ഈ നമ്മൾ എന്തിനു കൊടി വേണ്ടെന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇതിനുള്ള മറുപടി പറഞ്ഞു. ലാൽകുമാർ കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ ഇന്നത്തെ റോഡ് ഷോ ഈ രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയുടെ പടവും സ്ഥാനാർത്ഥിയുടെ ചിഹ്നവുമുള്ള പ്ലക്കാർഡുകൾ മാത്രം മതി എന്ന് അല്ല പറയട്ടെന്നേ, അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി അല്ല പറയാം. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, അത് ഇന്ന് നടത്തി. ആ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൊടികൾ എല്ലാ UDFൻ്റെ ഘടകകക്ഷികളുടെയും കൊടികൾ ഉപയോഗിക്കേണ്ട, നമുക്ക് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പ്ലക്കാർഡും ചെയ്താൽ റോഡ് ഷോ ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ പറ്റുമെന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ്. അത് UDFൻ്റെ തീരുമാനത്തിൽ UDFൻ്റെ ഘടകകക്ഷികൾക്കോ പ്രവർത്തകർക്കോ ഇല്ലാത്തൊരു അങ്കലാപ്പും അവർക്കില്ലാത്ത വലിയ വൈകാരികതയും മറുപടി ഇല്ലായ്മയുടെ അങ്കലാപ്പ് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു അങ്കലാപ്പ് തന്നെ വളരെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അല്ല പറയട്ടെ, അങ്ങനെ മറുപടി ഇല്ലായിരുന്നെങ്കിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും PK ബഷീർ MLAയും ഞങ്ങൾ ഒരുമിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൂടെ ഒരു വാഹനത്തിൽ വന്ന് കലക്ട്രേറ്റിൽ പോയി അബ്ബാസ് അലി തങ്ങളുടെ ഇരുത്തി ഞങ്ങൾ അവിടെ പത്രിക സമർപ്പിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ചേർന്ന് തന്നെയാണ്, UDFൻ്റെ ഒന്നാമത്തെ ഘടകകക്ഷിയായി ഞങ്ങളോടൊപ്പം ചേർന്ന് തന്നെയാണ്. ഒരു തരത്തിലും ഞങ്ങൾക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ചില നയങ്ങൾ മാത്രമാണ്. കൊടിപ്പേടിയോ എന്നുള്ള കൊടിക്ക് പോലും പച്ച നിറം കൊടുത്തുകൊണ്ട് ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനും ഈ ചർച്ചയിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഇടതുപക്ഷം മാത്രമാണ്. അത്തരത്തിൽ ഒരു പ്രയാസവും ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ ആർക്കുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലാൽ വളരെ പെട്ടെന്ന് പ്രകാശ് മാസ്റ്ററിലേക്ക് കൂടി പോണം. അല്ലല്ല, എനിക്ക് എൻ്റെ ഇത് വരണ്ട. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പരിപാടിക്ക് വന്നപ്പം കൊടി മടക്കാൻ പറഞ്ഞു. ഇന്ന് ഈ പ്രാവശ്യം കൊടി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതേ രീതിയിലാണ് രാഷ്ട്രീയം പോകുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗുകാരും ഇവരുടെ വണ്ടിയേൽ വേണ്ട എന്ന് ഇവർ പറയും. കാര്യം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം കൊടി മടക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പം കൊടി വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഓർത്തോ, നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പുറത്താണ്. എൻ്റെ എല്ലാ രാഷ്ട്രീയ ബോധ്യങ്ങളും വെച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്താണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഏറ്റവും ഒടുവിൽ ഞാൻ അങ്ങയിലേക്കാണ് എത്തുന്നത്. ഇത് ഈ പച്ചക്കൊടി വിദ്വേഷത്തിന്റെ പ്രതീകമാണ് എന്ന് BJP പറയുമ്പോൾ അതിനെ പേടിച്ചുകൊണ്ടൊരു നിലപാട് കോൺഗ്രസ് എടുക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അതിന് മുസ്ലിം ലീഗ് വഴങ്ങുകയാണ്. ഈ ലീഗിന്റെ ഒരു സമീപനത്തെ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നമ്മൾ കാണേണ്ടത്? ഇതിൽ ന്യൂനപക്ഷങ്ങളോട് പൊതുവിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൻ്റെ ഒരു പ്രകടനമാണിത്. ഇപ്പോൾ ഉദാഹരണം പറയാം, NIA ഭേദഗതി ബില്ല് വന്നു. അത് കൃത്യമായിട്ടും BJP ന്യൂനപക്ഷ വേട്ട നടത്താനുണ്ടാക്കിയൊരു ബില്ലാണ്.
ആ ബില്ലിനെ കോൺഗ്രസ് അനുകൂലിക്കുകയാണ് ചെയ്തത്. ലീഗ് അതിനെ അനുകൂലിച്ചില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കോൺഗ്രസിനകത്തുള്ള മുസ്ലിം നേതാക്കൾ നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് ചേർത്ത് വായിക്കണം. അവർ പറഞ്ഞെന്താ, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഇവിടെ പിന്നെ വേറെ പാർട്ടിയിലെ ആളല്ല, കോൺഗ്രസിനകത്തുള്ള മുസ്ലിം നേതാക്കൾ ഞങ്ങൾക്ക് അർഹമായ പരിഗണന പാർട്ടിക്കകത്ത് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയല്ലോ. അത് അർത്ഥമാക്കുന്നത് എന്താ? അത് അർത്ഥമാക്കുന്നത് ഈ ഹിന്ദുത്വ ആശയത്തിന് കോൺഗ്രസ് കൂടുതൽ വഴങ്ങുന്നുവെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഈ പറയുന്ന ലീഗിൻ്റെ പച്ച പതാക കാണാൻ പാടില്ല. ആ തീരുമാനമാണ്. ആ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ഗതികേടിലാണ് യഥാർത്ഥത്തിൽ ലീഗ് നിൽക്കുന്നത്. ഇത് ലീഗ് അണികളെ കോൺഗ്രസിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിന് സ്വന്തം കൊടി പോലും ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേടാണ് തങ്ങളുടെ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായ അവസ്ഥയെ വെളിവാക്കുന്ന ഒന്നാണ്. ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിനെ കൂടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ സൂചനയും ഈ പറയുന്ന കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും അവർ ചെന്നുപെട്ട ഗുരുതരമായ രാഷ്ട്രീയ ഗതികേടിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം കൊടി ഉയർത്താൻ പോലും അണികളെ അനുവദിക്കാത്ത ഈ കോൺഗ്രസിൻ്റെ കൊടിപ്പേടി എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. സ്വന്തം കൊടി ഉപേക്ഷിച്ചതിന് പിന്നിൽ ലീഗ് കൊടി ഒളിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളേറെയും അഭിപ്രായപ്പെട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എം പ്രകാശൻ മാസ്റ്റർ, സംഷാദ് മരക്കാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, എല്ലാവർക്കും വളരെയധികം നന്ദി.